തൂക്കിയുറക്കുമീ വേളയിൽ മതിക്കരുതേ മനസ്സകലരുതേ. കരുതലായി കരുണയായി മാറ്റുകീ വാഴ്വിനെ. മറ്റൊരു മതവുമില്ലിവിടെ, നുരയുന്ന മറ്റൊരു മതവുമില്ലിവിടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. പൊട്ടാ എന്താടാ? ശരിക്കും ഞാനൊരു സംഭവം തന്നെയാണല്ലേ. എന്ത് സംഭവം? ഡെയിലി അടിക്കാണ്ട് ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്ന തന്നെ ഒരു മഹാസംഭവം അല്ലേ. നീ സംഭവം അവിടെ നീ കേക്ക് സാധനം കിട്ടാണ്ട് സീനായി ചട്ടെണ്ണം ചത്തപ്പോ ഞാൻ അപ്പേ ഉറപ്പിച്ചതാ. എന്ത്? മിക്കവാറും അടുത്ത രക്തദേഹത്ത് ഞാനായിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് പിടിച്ചിക്കാൻ പറ്റും. നീ ഒന്നും മിണ്ടാതിരുന്ന. ഒരുത്തം പോയിട്ട് കുറെ നേരമായല്ലോ. സാധനം വാങ്ങി മറിച്ചു വിറ്റാ. എന്നാ അത് അവന്റെ ആദ്യത്തെ അവസാനത്തെ മറിയായിരിക്കും. എവിടെയെങ്കിലും പെമ്പിളർ വായി നോക്കിക്കുന്നുണ്ടാവും. അതിനെവിടെ പെമ്പിള്ളേർ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം മുഖം മറിച്ചിട്ട്. പോയി പോകാം. കൊറോണയല്ലേ വന്നാൽ തന്നെ സർക്കാർ നോക്കിക്കോളും. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. സത്യം പറയടാ, നീ ആ സാധനം വാങ്ങി മറിച്ചു വിറ്റാ? മൊബൈലിലെ സ്ക്രീൻഷോട്ട് അവിടെ സിസ്റ്റത്തിൽ സ്കാൻ ആകുന്നില്ല പോലും. അതിൻ്റെ അടുത്ത് ആപ്പില്ലേ, അതിൽ ഉണ്ടാക്കിയാ പോരെ. എടാ ഞാൻ നോക്കിയടാ, എൻ്റെ ഫോണിന് നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്, കിട്ടിയില്ല. നീ ആ ഫോണിങ് തന്നെ വേണ്ട, എറിഞ്ഞു പൊട്ടിക്കാനല്ലേ. അതറിഞ്ഞോടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. എൻ്റെ ആധാർ വരെ കാണിച്ചു കൊടുത്താ തന്നില്ല. പോട്ടെ, ഞാൻ ഇനിയും ബുക്ക് ചെയ്യാം. അതെനി പുറത്തെടുത്താ ചവിട്ടി പൊട്ടിക്കും ഞാൻ. ഇവനെ ഏൽപ്പിച്ചപ്പോഴേ വിചാരിച്ചോ. ഹാൻസ് 5 റുപ്യ ഇപ്പം വാങ്ങുന്നത് 200-250. നീ മിണ്ടരുത്. എനിക്ക് തരില്ലേ തരണ്ട, ആ ചെക്കനെങ്കും കൊടുക്കും. അവന് ശീലമില്ല. എന്നാ ചുരുട്ടി കയറ്റി ശീലായിക്കോളും. ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സാമൂഹ്യ വ്യാപനം എന്ന മഹാവിപത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ മഹാമാരിയെ ഒഴിവാക്കുന്നതിലേക്കായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ്. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് നിർബന്ധമായും ധരിക്കുക, കൂട്ടം കൂടാതിരിക്കുക, വഴിയിൽ തുപ്പാതിരിക്കുക, ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച്. ശരിയാ, ഞങ്ങൾ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങളൊക്കെ പറ്റിപ്പിടിച്ചായിരുന്നിട്ടില്ലേ? ഒന്ന് പോയേ. തലക്ക് പിടിച്ച മോളെ ഒരു 3-4 നമുക്കൂടെ തന്നാട്ടെ. ഞാനത് ആലോചിക്കണേ, നിങ്ങളെന്താ ഈ മാസ്ക് ഒന്നും ധരിക്കാതെ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നതെന്ന്. ഇതാ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വിളിച്ചു പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് തുന്നിയതാണെന്നറിയോ? ഓ, നീ തുന്നിയതാ? കുറച്ചുകൂടി പോയിരുന്നു തുന്നടി. ഈ പീറത്തുണിക്ക് വലിയ വിലയൊന്നുമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ജീവന്റെ വിലയുണ്ട് അതിന്. കുറെ മനുഷ്യന്മാർ ദൈവങ്ങളെ പോലെ
ഊണും ഉറക്കവും കളഞ്ഞ് കഷ്ടപ്പെടുന്നോണ്ടാ അവിടുത്തെ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചോണ്ടാ. നിങ്ങൾക്കൊന്നും അതിന് വിലയറിയില്ല. പ്രവാസി മലയാളികളുടെ മരണത്തിന്റെ കണക്കെടുത്താൽ തന്നെ മതി നമ്മുടെ മാറ്ററിയാൻ. പെണ്ണെ, നീ നിന്ന് ഡയലോഗ് അടിക്കാണ്ട് സ്റ്റാൻഡ് വിട്, ഇല്ല സീനാവേ. അതെ, സീനാവും. ഇങ്ങനെ തോന്നിയ പോലെ നടന്ന് വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയ്ക്കും രോഗം വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും അരുതാതെ സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. കൊറേ നേരമല്ലേ ചിലക്കുന്നു. വലത് കൊണ്ട് വെട്ടി വലത് മാറി. शिवेति मंत्रमुच्चरन् कदा सुखी भवाम्या തുടങ്ങിയിട്ട് ഇതുവരെ നിർത്താത്ത തീവണ്ടി ഓട്ടം നിർത്തി, ബസ് ഫ്ലൈറ്റ് നിർത്തി, സ്കൂളും കോളേജും നിർത്തി, അമ്പലം പള്ളിയും കൂട്ടി. എന്നിട്ട് നിങ്ങളൊക്കെ വായി അടക്കാൻ പറ്റിയില്ലടാ. പ്രിയപ്പെട്ടവരെ, കൊറോണയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ വികസിത രാജ്യങ്ങൾക്ക് പോലും അവരുടെ ജനങ്ങളെ നിസ്സഹായരായി മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ദുരിത കാലത്തിലും നമ്മുടെ രാജ്യം തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ സർക്കാരുകളും ദുരന്ത നിവാരണ വിഭാഗവും ആരോഗ്യ പ്രവർത്തകരും മറ്റെല്ലാവരും ഇവിടുത്തെ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കുവാൻ വേണ്ടി വീടും കുടുംബവും മറന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ഥിതി എന്നിട്ടും ആശങ്കാജനകം തന്നെയാണ്. ഇനിയും ഒരു ലോക്ക്ഡൌൺ അത് നമ്മെ പട്ടിണി മരണത്തിലേക്കും സാമ്പത്തിക തകർച്ചയുടെ കഠിനതയിലേക്കും നയിക്കും. കോവിഡിനൊപ്പം ജീവിക്കുക എന്നാൽ അതിന് പിടി നൽകാതെ ജീവിക്കാൻ പഠിക്കുക എന്നതാണ്. യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ സംഭവിക്കുമ്പോൾ ലഭിക്കുന്നത് പോലെ ഒരു ലോകരാജ്യങ്ങളിൽ നിന്നും നമുക്ക് സഹായം ലഭിക്കുകയില്ല. കാരണം അവരും തകർന്നു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോ വ്യക്തിയും സ്വയം പര്യാപ്തരാകും, സ്വയം പ്രതിരോധത്തിലേക്ക് കടക്കണം. നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയിലേക്ക് മാറണം. നമ്മൾ നേരത്തെ കണ്ട ചെറുപ്പക്കാരെ പോലെ ലോകത്തൊന്നിനോടും ഉത്തരവാദിത്വം ഇല്ലാതായി പോകരുത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ നമ്മളെ ആകെ ഉലച്ചു കളഞ്ഞ ഈ മഹാമാരിയെയും നമുക്ക് അതിജീവിക്കേണ്ടേ. കരുതലായിരിക്കാം, കരുത്തോടെ ഇരിക്കാം, കൈയകലത്തിരിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.